സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഹായ് എവരിബഡി. ഹായ്. ഞങ്ങള് മാറത്തേണോ? ഒന്ന് പൊടി ഇടുന്നു. അല്ല, മൂന്നുപേരും കൂടി ശരിക്കും അടിച്ചു പൊളിക്കുകയാണല്ലോ. ഐസ്ക്രീം, ജ്യൂസ്. ആട്ടെ, ആരാ ഇന്നത്തെ സ്പോൺസർ? ദേ, ലാവിഷ് ആക്കാൻ തന്നെ തീരുമാനിച്ചു. എന്താച്ചാ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോ. അത് പിന്നെ നിങ്ങൾ ഒരാളെ കൈ കിട്ടാൻ നോക്കിയിരിക്കല്ലേ അറക്കാൻ. എന്താ ഓർഡർ ചെയ്യണ്ടേ? എന്താന്ന് വെച്ചാ നന്ദിനിയുടെ ഇഷ്ടം. ഹലോ. ആ, ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നന്ദിനി, ജസ്റ്റ് മിനിറ്റ്. എടാ, ഈ ഗൗരീശങ്കർ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? ആ, ശരിക്കും കുരുങ്ങിയിരിക്കുക. സംഗതി ഓക്കേ. ഇത് പിടിച്ചോ. ഹായ്, ഇതാരാ വരുന്നേ? ഹരിമാഷിന്റെ അമ്മ. എത്ര
ദിവസമായി കണ്ടിട്ട്. ഇപ്പൊ എന്താ അങ്ങോട്ടൊന്നും കാണാത്തെ? ആ ഞാനിപ്പോ മോളുടെ വീട്ടിൽ നിന്നാ വരുന്നേ. അതെയോ? ഞാൻ അമ്മുക്കുട്ടിയും കൊണ്ട് അമ്പലത്തിൽ പോയതാ. ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന് വ്രതവും പ്രാർത്ഥനയൊക്കെ നമ്മള് പെണ്ണുങ്ങളുടെ പതിവല്ലേ? സോറി ട്ടോ, ഞാൻ ഹരിമാഷിന്റെ അമ്മയെ പറ്റി ഓർത്തില്ല. മാഷിന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? ആ മാഷിനെ കൊണ്ട് വേഗം ഒരു കല്യാണം കഴിപ്പിക്കേ. എന്നാ എന്നെ പോലെ വ്രതം നോക്കാനും അമ്പലത്തിൽ പോവാനും ആ കുട്ടി ഉണ്ടാവുമല്ലോ. ഓ, കല്യാണക്കാരും പറഞ്ഞപ്പോഴേ ഒരു ദിവസം മാഷ് എന്നോട് പറയാ, മാഷ്ക്ക് എന്നെ പോലെ ഭംഗിയുള്ള കുട്ടിയെ മതിയെന്ന്. പക്ഷെ എന്നെ പോലെ ഭംഗി എനിക്ക് മാത്രല്ലേ ഉണ്ടാവൂ. മാഷത് പറഞ്ഞപ്പോഴേ എനിക്ക് വിഷമായി. ഗോപേട്ടനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് മാഷ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാഷെ കല്യാണം കഴിച്ചേനെ. എന്ത് ചെയ്യാനാ, അങ്ങനെ ആയിപ്പോയി അവന്റെ പ്രകൃതം. മനസ്സിലുള്ളത് ആരോടും ഒന്നും തുറന്നു പറയില്ല. പക്ഷെ പാവാട്ടോ, പരമശുദ്ധൻ, നല്ല സ്വഭാവം. അതെ, അവൻ മഹാപാവവും പരമശുദ്ധനും ആയിപ്പോയി. അതല്ലേ ഇപ്പോഴും സ്വന്തം കാര്യം നോക്കാൻ അറിയാത്തത്. അമ്മ വിഷമിക്കണ്ടാട്ടോ, എന്നെ പോലെ തന്നെ നല്ലൊരു പെൺകുട്ടിയെ ഹരിമാഷിന് കിട്ടും. ഞാൻ പ്രാർത്ഥിക്കാട്ടോ. വർത്താനം പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. ഞാൻ പോട്ടെ മോളെ. ഹരിമാഷിന്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തില്ല. പോട്ടെ. അച്ഛാ, ഇവിടേക്കുള്ള ലാസ്റ്റ് ബസിന്റെ സമയം കഴിഞ്ഞു. നന്ദിനിയെ കാണുന്നില്ലല്ലോ. അമ്മായി പാവം ആദ്യ പിടിച്ചു കിടക്ക. ഈ സമയത്തിന് എവിടെ പോയി തിരയുക? ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ലോ എനിക്ക്. അവള് ടൂറ് പോകുന്ന എന്നാന്നൊല്ലെന്ന് പറഞ്ഞിരുന്നു അച്ഛാ. ഏയ്, അതിപ്പോഴൊന്നും അല്ല. എങ്കിൽ പിന്നെ ഡ്രസ്സും സാധനങ്ങളോ കൊണ്ടുപോണ്ടേ? എനിക്കിപ്പോ അതൊന്നുമല്ല പേടി. കാലത്ത് പണവുമായിട്ട് പോയതാ, അതും പെണ്ണൊരുത്തി ഒറ്റയ്ക്ക്. അല്ല മോളെ, ഇനി അനന്തനെങ്ങാനും വഴി വെച്ച്. ഇല്ലച്ചാ, എനിക്കിപ്പോ അവനെയല്ല സംശയം. പിന്നെ അവൾക്ക് ഇപ്പൊ കറങ്ങി നടക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരനോ? അതങ്ങനെ മോക്ക് മനസ്സിലായി? അത് ഞാനൊരു ദിവസം ഫോൺ ചെയ്യാൻ പോയപ്പോഴാ അവരെ കണ്ടത്. തൽക്കാലം ആരെ അറിയിക്കണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അമ്മായി ഇതറിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല അച്ഛാ. ഞാനവൾ ഒരുപാട് ശാസിക്കുപദേശിക്കൊക്കെ ചെയ്തു. അവൻ ആരാ? എവിടുത്തുകാരനാ? വല്ല രൂപമുണ്ടോ നിനക്ക്? അറിഞ്ഞൂടാ, അന്ന് ഒറ്റ നോക്ക് കണ്ടതല്ലേ ഉള്ളൂ. അന്നേ നീ ഇത് സൂചിപ്പിച്ചിരുന്നെങ്കിൽ അപ്പ നിർത്തായിരുന്നു അവളുടെ കറക്കം. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്ത വഴി ഉടനെ ആലോചിക്കണം. ഇന്നാണെങ്കിൽ ആ ഹരീന്ദ്രൻ മാഷിനെ ഇങ്ങോട്ട് കണ്ടുമില്ല. നമുക്ക് മാഷിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഈ രാത്രി ഇപ്പോ മാഷെ അന്വേഷിച്ച് പോവാന്ന് പറയുമ്പോ ഓപ്പോ കൊന്നൂടെ ആദ്യാവും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അച്ഛാ. എങ്ങനെയെങ്കിലും നന്ദിനി കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിൽ വിവരം കൊടുക്കണം. എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മോള് പേടിക്കാതിരിക്കെ. ചിലപ്പോ അവളിനി വല്ല കൂട്ടുകാരുടെ അടുത്തേക്കും പോയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവൾ പറയാതെ പോവോ? ഇല്ല, ഇതെന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ നേരായിട്ട് അവളെ കാണാതിരിക്കോ? അല്ല, ഇനി അവളുടെ വല്ല കൂട്ടുകാരികളെ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാ നമ്പർ ഒന്നും നമുക്കറിയില്ലല്ലോ. ഓ, നമ്മൾ ഇനി എവിടെ പോയെന്ന് തിരക്ക. എനിക്കൊന്നും അറിയില്ല അച്ഛ. മോളെ, നീ ഒന്ന് പരിഭ്രമിക്കാതിരിക്കെ. നാളെ നേരമൊന്ന് വിളിക്കട്ടെ. അവൾ ഏതെങ്കിലും കൂട്ടുകാരുടെ അടുത്ത് പോകാനേ വഴിയുള്ളൂ. നീ അരുതാത്ത ഒന്നും വെറുതെ ചിന്തിക്കണ്ട. ഒന്ന് സമാധാനപ്പെട്. എങ്ങനെയാ സമാധാനപ്പെടാ? നേരം വിളിക്കുന്നവരെ കാത്തിരിക്കേ. അതിനുള്ളില്
അതിനുള്ളിൽ അവൾക്ക് എന്തെങ്കിലും വന്നാ? മോളെ, നീ വെറുതെ കരഞ്ഞു ബഹളം ഉണ്ടാക്കി ഒപ്പോളെ കൂടെ വിഷമിപ്പിക്കരുത്. അച്ഛനല്ലേ പറയുന്നത്, അവൾക്കൊന്നും സംഭവിക്കില്ല. ഹാ, കരയല്ലേ മോളെ. ഇത് കണ്ടുവന്ന ഇനി ഒപ്പോളും കൂടെ തുടങ്ങും. മോൾ അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. എന്തിനും നാളെ നേരമൊന്ന് വെളുക്കട്ടെ. കരയാതിരിക്കും നീ ഒന്ന്. എന്റെ ഈശ്വര, അവൾക്കൊരാപത്തും വരുത്തരുത്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അമ്മേ, ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണില്ല. ആ ഏട്ടൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്ത് കഷ്ടം. ഇനി ഇതിപ്പോ എവിടെ പോയി തപ്പാനാ? അതെ, ഏ? കുന്തം പോയ കുടത്തിലും തപ്പണം. ആ, ഒന്ന് പോടാ. എന്റെ ദൈവമേ, ഇത് ഇവിടെ ഇരിക്കായിരുന്നു. അതെ, രാത്രി വന്ന് കേറിയപ്പോ ഇതൊക്കെ എവിടെയാ വെച്ചതെന്ന് എന്റെ പൊന്നുമോന് വല്ല ഓർമ്മയുണ്ടോ? പേഴ്സ് കിട്ടിയതേ അലക്കാനിട്ട പാന്റിന്റെ പോക്കറ്റിൽ നിന്ന്. കാറിന്റെ കീ പോർട്ടിക്കോ എന്ന് കാലത്ത് വാച്ച്മാനെ എടുത്തു തന്നത്. എന്നിട്ട് ഇതിനെല്ലാത്തിനും ബാക്കിയുള്ളവൾ നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കണം. ഓ, ഇനി എന്നാ എന്റെ നട്ടൻ തിരിച്ചിലിന് ഒരു ശാപമോക്ഷം കിട്ടുക എന്റെ ഈശ്വര. അമ്മയ്ക്ക് ശാപമോഷം വേണമെങ്കിലേ അതിനി ഒരു വഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒന്നിനെ കണ്ടുപിടിച്ച് ഏട്ടനെ കൊണ്ട് അങ്ങോട്ട് കെട്ടിക്കാം. പിന്നെ ഏട്ടാ, അമ്മാവനെ പോലെ തന്നെ ക്രോണിക് ബാച്ചലർ ആവാനാ ഉദ്ദേശമെങ്കിലേ ദേ പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ കയറി അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യേ. ഉവ്വ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അമ്മാവനെ പോലെ അവനെ ഈ മോഹനേന്ദ്രനെ കിട്ടില്ല. അമ്മയൊന്ന് പച്ചക്കൊടി കാണിച്ചാൽ ഞാൻ റെഡിയാ. ഹാ, അതെങ്ങനെയാ? അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അന്ന് മോളിൽ നിന്നുള്ള ഓർഡർ വരണ്ടേ? പൊന്നാങ്ങളെ MRC മേനോന്റെ. അത് ഏട്ടൻ പറഞ്ഞത് കറക്റ്റാ. മംഗലത്ത് രാമേന്ദ്ര മേനോൻ പറഞ്ഞാ പിന്നെ അമ്മയ്ക്ക് തിരുവായിക്ക് എതിർവായില്ല. അതിന് എന്റെ മക്കള് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് നിങ്ങള്. നമ്മൾ ഈ നിലയിലെത്തിയതേ എന്റെയോ നിങ്ങളുടെ അച്ഛന്റെയോ സ്വത്തോ പണമോ കൊണ്ടല്ല. ഒക്കെ അവന്റെ അധ്വാന, രാമേന്ദ്രന്റെ. കേട്ടോടാ ഗൗരി, ഇക്കണക്കിനാണെങ്കിൽ നമ്മുടെ കാര്യം കട്ടാ പോക. ക്രോണിക് ബാച്ചലർ MRC നമ്മളെയും ആ ഒരു ലൈനിലെത്തിക്കുമെന്നാ തോന്നുന്നത്. ദേ, അവനെ പറ്റി പറഞ്ഞോണ്ടല്ലോ ഒറ്റ വീക്ക് വെച്ച് തരിഞ്ഞ്. ഗൗരിശങ്കർ അല്ലേ? അതെ. നിനക്ക് നന്ദിനി അറിയോ? നന്ദിനി എന്റെ കൂടെ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, നീ ബൈക്കിൽ കൊണ്ട് കറങ്ങാറുള്ള നന്ദിനി. അല്ല, ഇവരെന്തൊക്കെയാ പറയുന്നേ? അതെ, ഈ പെൺകുട്ടികളെ കൊണ്ട് കറങ്ങലല്ല എന്റെ പണി. പിന്നെ പലരും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. അത് നന്ദിനിക്കെന്നല്ല, എന്റെ കൂടെ പഠിക്കുന്ന ആർക്കും. അല്ല, എന്താ ഇപ്പൊ നന്ദിനിയെ കുറിച്ച് എന്നോട് തിരക്കാൻ? അവളെ കാണാതായ നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ ചോദിക്കുന്നേ? കാണാതാവേ? അല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. താൻ്റെ പൊട്ടം കളിക്ക. നന്ദിനി ഇപ്പൊ എവിടെ ഉണ്ടെന്നാ എനിക്ക് അറിയേണ്ടത്. ഇന്നലെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, ഇതുവരെ വന്നിട്ടില്ല അവള്. മൈ ഗോഡ്, പിന്നെ നന്ദിനി ഇത് എവിടെ പോയി? അത് തന്നെ എനിക്ക് അറിയേണ്ടത്. പറ,
എവിടെയാ അവള്? ദേ വെറുതെ വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത്. ആ പെൺകുട്ടി ഇവന്റെ കൂടെ പഠിക്കുന്നു വെച്ച് ഇവിടെ ഒന്ന് അന്വേഷിക്കുക. ഒന്നുകിൽ കോളേജിൽ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ വല്ല പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് ചെയ്യുക. പെമ്പിള്ളേരെ കയറൂരി വിട്ടിട്ട് ചുമ്മാ ഇവിടെ വന്ന് ബഹളം കൂട്ടുക. ഹേ മിസ്റ്റർ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പിടിച്ച് പുറത്താക്കണേ ഇവളെ. വീട്ടിൽ വന്ന് അനാവശ്യം പറയുന്നു. അനാവശ്യം പറയല്ല, പ്രവർത്തിക്കാനാ പോകുന്നേ. കാണണോ നിങ്ങൾക്ക്? പറ, എവിടെ എന്റെ നന്ദിനി? എനിക്കിപ്പോ കിട്ടണം അവളെ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞൂടാ. എടാ, നീ അല്ലാതെ ഇവരോട് കൊഞ്ചാ നിൽക്കോ? ഒരു നന്ദിനി കടന്നു പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. പോവും, ഇവനെയും കൊണ്ടേ പോവും ഞാൻ. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ബസ് കിട്ടാതെ വന്നപ്പോ ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തെന്നുള്ളൂ നേരാ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പെൺകുട്ടിയെ സൂക്ഷിക്കാൻ കഴിയാത്തതിന് എന്റെ മോനെ ഉത്തരവാദി. ദേ ഇവിടെ കിടന്ന് ഒച്ച വെക്കാതെ വല്ല പുഴയിലോ റെയിൽവേ പാളത്തിലോ പോയി നോക്ക്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ചേച്ചി പ്ലീസ് ഒന്ന് ക്ഷമിക്ക്. എല്ലാവരും ഇങ്ങനെ ഒരുപോലെ ചൂടായി എന്ത് ചെയ്യും? നന്ദിനി എന്നോടൊപ്പം കണ്ടതുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ സംശയം. അതിന് ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? നന്ദിനിയെ കാണാതാവുമ്പോ അവരുടെ ടെൻഷൻ അവർക്കല്ലേ അറിയൂ. നന്ദിനി നല്ല കുട്ടിയെ ചേച്ചി, ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാ. അവളെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ട് എനിക്ക് പോലും സഹിക്കാനാവുന്നില്ല. പിന്നെയാണോ നിങ്ങളുടെ കാര്യം? അപ്പൊ അവളെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലെന്നല്ലേ? സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വിഷമമുണ്ട് അവളുടെ കാര്യത്തിൽ. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം അവളെ അന്വേഷിക്കാൻ. ചേച്ചി വിഷമിക്കാതിരിക്കെ, നമുക്ക് എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിക്കാം. എല്ലാ സഹായത്തിനും ഞാനും കൂടെയുണ്ട്. അതല്ല ചേച്ചിക്ക് ഇനിയും എന്നെ സംശയമാണെങ്കിൽ എന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. നീ പറയുന്ന വിശ്വസിച്ച് ഞാൻ മടങ്ങിപ്പോവാൻ അത്ര മണ്ടിയൊന്നുമല്ല. എങ്കിലും പോവാം. പക്ഷെ ഒന്നോർത്തോ, നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. സ്വർണ്ണമയൂരം തന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. താനും തന്റെ മോളും കൂടി ആ നന്ദിനിക്കുട്ടിയെ എന്താണോ ചെയ്തേ? നാട്ടിലൊരുത്തിയെ കൊലക്ക് കൊടുത്തതുപോലെ അവളെ കൊന്നോ? എവിടെയെങ്കിലും കെട്ടി താഴ്ത്തിയോ? വെറുതെ വിടില്ലേ? പറയടോ. എനിക്കത് നിന്നോടാ ചോദിക്കാനുള്ളത്. നിനക്കായിരുന്നല്ലോ അവളുടെ മേലൊരു കണ്ണ്. എവിടെയാ നീ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ? എന്താ നീ അവളെ ചെയ്തേ? അവക്ക് എന്തെങ്കിലും സംഭവിച്ച അനന്താ, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. തന്തയാള് കൊള്ളാലോ, വാദിയെ പ്രതിയാക്കുന്നു. പോയി അനന്തന്റെ നേർക്കായി കളി. എനിക്ക് അവളെ വേണമെങ്കിലേ ഒളിപ്പിച്ച് നാട് കടത്തൊന്നും വേണ്ട. തന്റെയൊക്കെ മുന്നിൽ വെച്ച് ബലമായി പിടിച്ചു കെട്ടി വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും അനന്തൻ. താനും തന്റെ ദുർനടത്തിക്കാരും മോളും കൂടി എന്താ ചെയ്തവളെ? പറയേ, എവിടെയാ അവള്? ഒന്നോ അതോ വിറ്റ് കാശാക്കിയോ? അല്ല, വിടാൻ. നന്ദിനി എവിടാന്ന് പറയാതെ തന്നെ ഇന്ന് അനന്തം വിടില്ല. തനിക്കുള്ളത് തന്നിട്ട് വേണം ബാക്കി തന്റെ പുന്നാര മോക്ക് കൊടുക്കാൻ. പറയണോ, എവിടെ അവിടെ? വേണ്ട, വിടാൻ. എന്ത് വേണ്ടാന്ന്? നിന്റെ മോള് എന്റെ നേരെ കൈയോങ്ങിയവളാ. അതിന്റെ പകരം ആദ്യം തനിക്കിരിക്കണം. ഒരു നിസാര കാര്യത്തിൽ എന്നെ സ്റ്റേഷനിൽ കയറ്റിയവളാ അവള്.
എന്നിട്ടിപ്പോ നന്ദിനിയെ കാണാൻ ഞാൻ കംപ്ലൈന്റ് ചെയ്യാന് ഒന്ന് കുഴിച്ചു മൂടിയോ പറയണോ?